നീയും പോവുകയാണല്ലേ? ഞാൻ സ്റ്റാൻലിക്ക് കത്തുകൾ അയക്കാം. എത്ര കാലം? പുതിയ ചുറ്റുപാടുകളിൽ നീ എന്നെ മറക്കും. സ്റ്റാൻലിക്ക് എന്നെ വിശ്വാസമില്ലേ? എനിക്ക് സ്റ്റാൻലിയെ പിരിയാൻ വളരെ വിഷമമുണ്ട്. പക്ഷേ സ്റ്റാൻലിക്ക് എല്ലാം അറിയില്ലേ? എല്ലാം പണയപ്പെടുത്തിയാണ് എനിക്ക് ഈ ജോലി വാങ്ങിയത്. എല്ലാം തകർന്നിട്ടും പിടിച്ചു നിൽക്കുകയാണ് അച്ഛൻ. എന്റെ ജോലി തറവാടിന് എന്ത് ആശ്വാസമാണെന്നോ. സതി പോകുന്നെന്ന് പറയുമ്പോൾ എന്തോ ഒരു വിഷമം. സ്റ്റാൻലി വിഷമിക്കരുത്. ഞാൻ ഇന്നും സ്റ്റാൻലിയുടേത് മാത്രമായിരിക്കും. സതി, സതി. പോട്ടെ. എല്ലാം കണ്ടിട്ട് ഒന്നും കണ്ടില്ലെന്ന് നടിച്ചു. ഇനി ഞാനങ്ങ് തുറന്നു പറയുക, ആ ചെക്കനുമായി നിനക്കൊരു ബന്ധവും വേണ്ട. എല്ലാം നശിച്ചാലും അഭിമാനം നശിക്കില്ലല്ലോ. 5 പെൺമക്കളുടെ കൂട്ടത്തില് നീയാ മൂത്തത്. ഉള്ളതെല്ലാം പെറുക്കി വിറ്റ് നിന്നെ പഠിപ്പിച്ചത് നാളെ ഈ കുടുംബത്തിന് നീയൊരു തണലാവൂലോ എന്ന് കരുതിയ നീ പിഴച്ചാൽ എന്റെ അച്ഛനെ ഓർത്ത് ഞാൻ സ്റ്റാൻലിയിൽ നിന്ന് അകലാൻ ശ്രമിച്ചു. പക്ഷേ വീണ്ടും സ്റ്റാൻലിയെ കാണേണ്ടി വന്നു. എനിക്കെന്നെ നിയന്ത്രിക്കാൻ കഴിയാതെ വന്ന ആ നിമിഷത്തിൽ ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലം എന്റെ ഉദരത്തിൽ വളരാൻ തുടങ്ങിയിരുന്നു. ഇനിയൊന്നും ആലോചിക്കാനില്ല, വരൂ. എവിടേക്ക്? നമുക്ക് രജിസ്റ്റർ വിവാഹം കഴിക്കാം. ഇല്ല സ്റ്റാൻലി. നീ എന്ന് തീരുമാനിച്ചു? സ്റ്റാൻലിയെ സ്നേഹിച്ചു തുടങ്ങിയപ്പോ വിവാഹം എന്റെ സ്വപ്നമായിരുന്നു. പക്ഷേ എന്റെ വിവാഹം അറിഞ്ഞാൽ അച്ഛൻ പൊട്ടി തകർന്നു പോകും. വേണ്ട സ്റ്റാൻലി, വേണ്ട. നമുക്ക് വിവാഹം വേണ്ട. പിന്നെ കുഞ്ഞിനെ നശിപ്പിക്കാനാണോ സതി ഉദ്ദേശിക്കുന്നത്? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ഈ കുഞ്ഞിനെ പ്രസവിച്ചു. സ്റ്റാൻലിയുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ചു. അമ്മ ആരെന്നറിയിക്കാതെ എന്റെ കുഞ്ഞിനെ സ്റ്റാൻലി വളർത്തണം. പറയൂ, സ്റ്റാൻലി വളർത്തുമോ? ഞാൻ പ്രസവിച്ചു. അമ്മ ആരെന്നറിയിക്കാതെ സ്റ്റാൻലി എന്റെ കുഞ്ഞിനെ വളർത്തി.
അവൾ കോൺവെന്റിലെ പൂമരത്തണലിൽ ഓടി നടന്നപ്പോൾ എന്റെ മാതൃഹൃദയം വെമ്പി അമ്മയെ എന്നൊന്ന് വിളിച്ചു കേൾക്കാൻ വേണ്ടി ഒരിക്കൽ ഡാഡി വഴക്ക് പറയും. പ്രസന്റേഷൻ ആര് തന്നാലും വാങ്ങരുതെന്ന് ഡാഡി പറഞ്ഞിട്ടുണ്ട്. മോടെ മമ്മി തന്നാലും വാങ്ങിക്കൂലേ? എനിക്ക് മമ്മിയില്ല, മമ്മി മരിച്ചുപോയി. ആര് പറഞ്ഞു മോടെ മമ്മി മരിച്ചുപോയെന്ന്? ഡാഡി ടോൾഡ് മീ. ഞാൻ മോടെ മമ്മിയെ പോലല്ലേ? മോള് എന്നെ മമ്മിന്ന് വിളിച്ചോളൂ. ഇല്ല, ഞാൻ വിളിക്കില്ല. നിങ്ങൾ ഈ കുട്ടി ഇങ്ങനെ ലാളിക്കുന്നത് ശരിയല്ല. നിങ്ങൾ ഈ കുട്ടിയുടെ ആരാണ്? സിസ്റ്റർ, ഞാൻ ഇറ്റ്സ് ഓൾ റൈറ്റ്. മേലിൽ ഇത് ആവർത്തിക്കരുത്. കമോൺ ചൈൽഡ്. എന്നെങ്കിലും സ്റ്റാൻലിയെ വിവാഹം കഴിച്ച് എന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാൻ കഴിയുമെന്ന് ഞാൻ ആശിച്ചു. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം ഞാൻ അറിഞ്ഞപ്പോൾ ആ ആശയം ഉപേക്ഷിച്ചു. ഞാൻ സ്റ്റാൻലിയെ കുറ്റപ്പെടുത്തുന്നില്ല. എനിക്ക് എന്നെ മാത്രമേ കുറ്റപ്പെടുത്താനാവൂ. എനിക്കിനി ഒരാഗ്രഹമേ ഉള്ളൂ, എന്റെ മോൾ. എനിക്കെന്റെ മോളെ വേണം, അത് മാത്രം മതി. സ്റ്റാൻലി സമ്മതിച്ചാൽ എനിക്കെന്റെ മോളെ തിരിച്ചു കിട്ടും. മേരി സ്റ്റാൻലിയോടൊന്ന് പറയണം. ഇതിനു വേണ്ടി മാത്രമാണ് ഞാൻ വന്നത്. ഞാൻ പോകുന്നു. ഹായ് മേരി. എന്തു പറ്റി? നത്തിങ്. സ്റ്റാൻലി, നിങ്ങൾ ഇത്രയും കാലം എന്നെയും എന്റെ കുടുംബത്തെയും സഹായിച്ചു. അവസാനമായി ഞാൻ ഒരു സഹായം കൂടി യാചിക്കുകയാണ്. എന്താണ്? ഈ കുഞ്ഞിനെ അവളുടെ അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കൂ. ഇത് നിങ്ങളുടെ ചതി ഇവിടെ വന്നിരുന്നു. എന്നോട് എല്ലാം പറഞ്ഞു.